ഇപ്പോൾ വയനാട്ടിലെ DCC അധ്യക്ഷ പദവി മാറ്റത്തെ കാണുന്നത് ഇപ്പോൾ പുതിയ അധ്യക്ഷൻ ടി.ജെ. ഐസക് പറയുന്നുണ്ടായിരുന്നു, പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ ഉന്നത നേതൃത്വമോ ഒന്നും ഇക്കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല, അങ്ങനെ തനിക്ക് അറിവില്ല, വിവരങ്ങളില്ല എന്നതാണ് പറയുന്നതെങ്കിൽ കൂടിയും സമീപകാലത്തുയർന്ന വിവാദങ്ങൾ പാർട്ടിക്ക് വലിയ തോതിൽ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തലവേദന വേഗത്തിൽ മാറ്റണം. പുനഃസംഘടന വരാനിരിക്കുന്ന പുനഃസംഘടനയ്ക്ക് മുന്നേ തന്നെ ND അപ്പച്ചനെ മാറ്റി ഐസക്കിനെ ആ പകരം പ്രതിഷ്ഠിക്കണമെന്ന് നേരത്തെ പാർട്ടിയിൽ തീരുമാനമെടുത്തിരുന്നു. അതിന് പ്രിയങ്ക ഗാന്ധിയുടെ അടക്കം പച്ചക്കൊടി ഉണ്ടായിരുന്നു. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരു അമർഷം പുകയുന്നത്. പ്രത്യേകിച്ച് ഈ വയനാടുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള DCC അധ്യക്ഷനെ മാറ്റണം എന്നുള്ള ആവശ്യം എന്തായാലും കേരളത്തിലെ നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള ആലോചനകളോ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഇപ്പോൾ ടി.ജെ. ഐസക്കിനെ നിയമിച്ചത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ ഇടയിലേക്ക് വരുന്നത്. നമുക്കറിയാം, NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ വയനാട് DCCയിലെ പ്രതിസന്ധി പരിഹരിക്കാനായി പാട്നയിൽ ചേർന്ന DWC മീറ്റിംഗിലാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ ദീപദാസ് മുൻഷി എന്നിവർ ഒക്കെ കൂടിയാലോചന നടത്തിയതിന്റെ ഭാഗമായാണ് ടി.ജെ. ഐസക്കിനെ DCC അധ്യക്ഷനാക്കിയത്. പക്ഷേ റോമൻ കാത്തലിക് വിഭാഗക്കാർ കൂടുതലുള്ള വയനാട്ടിൽ യാക്കോബായ വിഭാഗത്തിൽ നിന്നും ടി.ജെ. ഐസക്കിനെ നിയമിച്ചതാണ് ഇപ്പോൾ എതിർപ്പ് പുകയുന്നത്. സംവരണ സീറ്റുകളായതിനാൽ തന്നെ പ്രാതിനിധ്യമില്ലാത്ത റോമൻ കാത്തലിക് വിഭാഗത്തിന് DCC അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ലഭിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അത് പരിഹരിക്കാതെയാണ് ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ ഒരു തീരുമാനമെടുത്തുള്ള ആക്ഷേപവും ശക്തമായിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് KL പൗലോസ് ലഭിക്കുമെന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുമെന്നുള്ള അതായത് അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അതൊക്കെയും അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തെന്നുള്ള ആക്ഷേപവും ശക്തമായിരിക്കുകയാണ്. എന്തായാലും DCC അധ്യക്ഷനെ നിയമിച്ചത് ഏകപക്ഷീയമാണെന്നാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ പറയുന്നത്. പ്രവർത്തക സമിതി അംഗങ്ങളെയോ അതോ അല്ലെങ്കിൽ KPCC മുൻ അധ്യക്ഷന്മാരെയോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകൾക്കും ക്ഷണിച്ചില്ലെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് അവരുടെ അഭിപ്രായം എന്നത് പോലും ആരാഞ്ഞില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമുണ്ട്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ ലീഡേഴ്സിനോട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് ഏകപക്ഷീയമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനമെടുത്തുള്ള ആക്ഷേപം നേതാക്കളുടെ ഇടയിലും ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംവരണ സീറ്റുകൾ ആയതുകൊണ്ട് തന്നെ റോമൻ കാത്തലിക് വിഭാഗത്തിന് പ്രാതിനിധ്യം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അവരെയും തഴഞ്ഞുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമെടുത്തുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക ഗാന്ധിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. എന്തായാലും വയനാട്ടിലെ ചില നേതാക്കൾ അവർ പ്രിയങ്ക ഗാന്ധിക്ക് കത്തെഴുതുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ അവർക്ക് അമർഷമുണ്ട്. കൃത്യമായി തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താത്ത ഏകപക്ഷീയമായിട്ട് ചിലരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയവും ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് കത്തെഴുതാൻ വേണ്ടി ഇവർ ആലോചിക്കുന്നത്. സൈഫുദ്ദീൻ.